ബാലോപചരണം. സൗശീല്യാചാരസമ്പന്ന നിരോഗാ കരുണാവതി പ്രസാദവിനയോപേത യോഷിജാതമുപാചരേ. സൗശീല്യ ആചാരസമ്പന്ന. സൗശീല്യം നല്ല ശീലം, സൗശീല്യം. ആചാരം നല്ല ആചാരം. ഇവയിൽ സമ്പന്നയും നിരോഗ, നിരോഗ എന്നല്ല നിരോഗ എന്ന് പറയാം, രോഗമില്ലാത്തവളും, കരുണാവതി കരുണയുള്ളവളും, പ്രസാദ വിനയോപേത പ്രസാദം വിനയം ഇവയോട് കൂടിയവളുമായ യോഷിത് സ്ത്രീ ജാതം ജനിച്ച കുഞ്ഞിനെ ഉപാചരേതു ഉപചരിക്കണം. ആരാണ് കുഞ്ഞിനെ ഉപചരിക്കേണ്ടത്? എങ്ങനെയുള്ള ഒരു സ്ത്രീ ആയിരിക്കണം? ഇപ്പോൾ പ്രസവിച്ച ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി കുഞ്ഞിൻ്റെ കെയർ ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു സഹായിയായിട്ട് എപ്പോഴും ഒരാൾ വേണം കുറച്ചു കാലത്തേക്ക്. അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീ എങ്ങനെയുള്ള ആളായിരിക്കണം? ഒരു ക്വാളിറ്റിയുള്ള ഒരു ലേഡി ആയിരിക്കണം. കാരണം കുഞ്ഞുങ്ങളിലേക്ക് ആ ആയയുടെ മനസ്സ് ഏറ്റവും പെട്ടെന്ന് സംക്രമിക്കും. നമ്മൾ ഒരു കുഞ്ഞിനെ വളർത്തുമ്പോൾ ആ കുഞ്ഞിൻ്റെ അടുത്ത് നിൽക്കുന്ന ആരാണോ ആ വ്യക്തിയുടെ മനസ്സാണ് ആ കുഞ്ഞിന് കിട്ടുന്നത്. ഒരു 3 വയസ്സ് വരെയുള്ള സമയത്ത് ആ കുഞ്ഞിലെ ഏറെക്കുറെയൊക്കെ സംസ്കാരം ബാഹ്യലോകത്തു നിന്ന് ഒപ്പിയെടുത്തിരിക്കും. അതുകൊണ്ട് ഒരു കുഞ്ഞിൻ്റെ അടുത്ത് എപ്പോഴും സംസ്കാരസമ്പന്നയായ ഒരു സ്ത്രീയുടെ സാമീപ്യമാണ് വേണ്ടത്. അമ്മ ആ സംസ്കാരസമ്പന്നത ഗർഭിണിയാകുന്നതിന് മുമ്പേ നേടിയെടുക്കണം. ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ അമ്മ ആന്തരിക സംസ്കാരവും ബാഹ്യ ഭക്ഷണശുദ്ധിയും ഫുഡിൻ്റെ പ്യൂരിറ്റിയും ഒക്കെ ആ അമ്മ ഉണ്ടാക്കിയെടുത്തിരിക്കണം. പ്രത്യേകിച്ചും ഗർഭിണിയാകുന്ന സമയത്ത് അമ്മ കഴിക്കേണ്ടുന്ന ഭക്ഷണത്തെക്കുറിച്ചൊക്കെ ആയുർവേദ ശാസ്ത്രം പറയുന്നുണ്ട്. അതിൽ നല്ല സാത്വികമായ പാല്, നെയ്യ്, തേൻ ഒക്കെയാണ് കഴിക്കേണ്ടത്. അതുപോലുള്ള നല്ല പഴങ്ങൾ ഒക്കെ കഴിക്കണം. നല്ല പോഷകം ആ അമ്മ സാത്വികമായ ഭക്ഷണത്തിൽ നിന്ന് നേടിയെടുക്കണം. ഇതൊക്കെ ആയുർവേദ ശാസ്ത്രം പറയുന്നുണ്ട്. ഇവിടെ കുഞ്ഞ് പുറത്തു വന്നാലും ഈ കുഞ്ഞിൻ്റെ അടുത്ത് കുഞ്ഞിനെ നോക്കാൻ നിൽക്കുന്ന ആയ എന്ന് പറയുന്നത് നമ്മളൊക്കെ നാട്ടിൽ എന്ന ഏതെങ്കിലും അയൽപക്കത്തുള്ള അടുത്ത ചുറ്റുപാടുമുള്ള ഒരു സ്ത്രീ ആയിരിക്കും നമ്മൾ വിളിക്കുന്നത്. വിളിക്കുമ്പോഴും ആ സ്ത്രീക്ക് നന്മയുണ്ടായിരിക്കണം, അല്പമെങ്കിലും സദാചാരപരത ആയിരിക്കണം, അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആളായിരിക്കണം. എന്തെങ്കിലും തരത്തിൽ സാംക്രമിക അസുഖങ്ങളുണ്ടെങ്കിൽ കുട്ടിക്ക് വരിക മാത്രമല്ല, മാനസിക അസുഖം ഉണ്ടെങ്കിൽ അതും ബാധിക്കും ആ കുട്ടിയെ. അപ്പോൾ ചെറുപ്പത്തിൽ കുട്ടിയെ പരിചരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. കരുണാവതിയായിരിക്കണം, കാരുണ്യമുള്ള ഒരു ആയയായിരിക്കണം. കുട്ടി ബഹളം കൂട്ടാം, കരയാം, അപ്പോഴൊന്നും ശാസിക്കുകയോ വഴക്ക് പറയുകയോ ഒച്ച വയ്ക്കുകയോ ഒന്നും ചെയ്ത് കുട്ടിയെ കഠിനമായ വാക്കുകൾ ഉപയോഗിച്ച് ഒച്ച വെച്ച് പേടിപ്പിക്കരുത് ഒരിക്കലും. ഒരു കാലത്തും ഒരു കുഞ്ഞിനെയും നമ്മൾ ഭയപ്പെടുത്താൻ പാടില്ല. പലപ്പോഴും കുഞ്ഞിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ കുട്ടികളിൽ ഭയം ജനിപ്പിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ജനിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ജീവിതത്തിൽ ഭാവിയിൽ പരാജയപ്പെടുന്ന ഒരു കുട്ടിയായിരിക്കും. ആ കുട്ടിക്ക് ഒരിക്കലും ചാലഞ്ചിങ് ആയിട്ടുള്ള ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിയില്ല. എന്ത് കാര്യത്തിലും ആ കുട്ടി പിന്നോട്ട് തിരിയുന്ന പ്രവണത കാണും. ഭയം അതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ ഒരിക്കലും ഭയപ്പെടുത്തിക്കൊണ്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്, പേടിപ്പെടുത്തിക്കൊണ്ട് നിയന്ത്രിക്കരുത്. അതിലൂടെ ആ കുട്ടിയുടെ ജീവിതത്തെ നമ്മൾ തകർക്കുകയാണ് ചെയ്യുന്നത്, പരാജയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കരുണയുള്ളവളായിരിക്കണം, സഹിഷ്ണുതയുള്ളവളായിരിക്കണം. കൊച്ചുങ്ങൾ എന്തിനു വേണ്ടിയാണ് കരയുന്നത് എന്ന് ഒരായയ്ക്ക് മനസ്സിലാക്കാൻ കഴിയണം.
മൃദുവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് കുട്ടിയോട് സംസാരിക്കണം. അത്തരം പ്രസാദ വിനയോപേതാഹ, പ്രസാദം, വളരെ പ്രസാദാത്മകത ഉള്ള ഒരു സ്ത്രീ, പോസിറ്റീവായിട്ടുള്ള പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരിക്കണം. വിനയമുണ്ടായിരിക്കണം, ധാർഷ്ട്യം പാടില്ല, അഹങ്കാരം പാടില്ല, ധിക്കാരം പാടില്ല. അത്തരത്തിലുള്ള ഒരു ആയയുടെ സാമീപ്യത്തിൽ കുഞ്ഞ് വളരണം, കുഞ്ഞിനെ പരിചരിക്കണം ആ സ്ത്രീ.